ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ അന്വേഷണം വീണ്ടും ഹൈദരാബാദിലേക്ക്. ഒന്നാം പ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ നിർണായക മൊഴി അനുസരിച്ചാണ് നീക്കം. ശബരിമലയിൽ ചുമതലയിലുള്ള ഉന്നത ഉദ്യോഗസ്ഥരുടെ വിവരങ്ങൾ ഹൈക്കോടതി തേടി. ഇതിനിടെ സ്വർണ്ണക്കൊള്ളയിൽ പ്രതിഷേധം കടുപ്പിക്കാനാണ് പ്രതിപക്ഷത്തിന്റെ നീക്കം. കസ്റ്റഡിയിലിരിക്കെ നടത്തിയ ചോദ്യം ചെയ്യലിൽ നിർണായക വിവരങ്ങൾ ഉണ്ണികൃഷ്ണൻ പോറ്റി SITയുമായി പങ്കുവച്ചുവെന്നാണ് വിവരം. പോറ്റി പറഞ്ഞ ഹൈദരാബാദിലുള്ള ഒരു വ്യവസായിയെ കണ്ടെത്താനാണ് ഇനി SITയുടെ ശ്രമം. ഇയാളെ കണ്ടെത്തി മൊഴി രേഖപ്പെടുത്തും. ഇതിന്റെ ഭാഗമായി അന്വേഷണ സംഘം വീണ്ടും ഹൈദരാബാദിലേക്ക് പോകും. ദ്വാരപാലക പാളികൾ ചെന്നൈയിലെ സ്മാർട്ട് ക്രിയേഷൻസിലെത്തിക്കും. മുൻപ് ഹൈദരാബാദിൽ 1 മാസത്തോളം ഇത് സൂക്ഷിച്ചിരുന്നു. ഇതിനിടെ കസ്റ്റഡിയിലുള്ള മുൻ എക്സിക്യൂട്ടീവ് ഓഫീസർ D സുധീഷ് കുമാറിനെ SIT ചോദ്യം ചെയ്തു വരികയാണ്. ദേവസ്വം ബോർഡിന്റെ പ്രസിഡന്റുമാരും ഭരണസമിതിയിലെ അംഗങ്ങളും അവർക്ക് രാഷ്ട്രീയ സംരക്ഷണം കൊടുക്കുന്ന ഗവൺമെന്റും മന്ത്രിമാരും എല്ലാം തന്നെ ഈ സംഘടിത കൊള്ളയിൽ പങ്കാളികളാണ് എന്നറിഞ്ഞിട്ടും അന്വേഷണം അവിടേക്കൊന്നും എത്തുന്നില്ല എന്നതുകൊണ്ടാണ് സെക്രട്ടേറിയറ്റിലേക്ക് മാർച്ച് നടത്താൻ, ധർണ നടത്താൻ KPCC തീരുമാനിച്ചിട്ടുള്ളത്. അതിനിടെ ശബരിമലയിൽ ചുമതലയുള്ള ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരുടെ വിവരങ്ങൾ ഹൈക്കോടതി തേടിയിട്ടുണ്ട്. സർവീസ് കാലയളവിലെ പ്രകടനം, സ്വഭാവം, അച്ചടക്ക നടപടി തുടങ്ങിയ സമഗ്ര വിവരങ്ങൾ നൽകാനാണ് നിർദ്ദേശം. റിപ്പോർട്ടർ, തിരുവനന്തപുരം.